ഹായ് ഹലോ നമസ്കാരം, താരലക്ഷ്മിയാണ്. ജീവ അപർണ ഇവർ ഡൈവേഴ്സ് ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത മലയാളികൾ ഒന്നടങ്കം ഞെട്ടലോടെയാണ് കേട്ടത്. കാര്യം മറ്റൊന്നുമല്ല, മലയാളികൾക്ക് അത്രയും ഇഷ്ടമായിരുന്നു ഈ കപ്പിൾസിനെ. അവരെന്നും ഒന്നിക്കണേ എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു. അവരുടെ കളിയും ചിരിയും സ്നേഹവും ഒക്കെ നമുക്ക് ഇഷ്ടമായിരുന്നു കാണാൻ, അതാണ് സത്യം. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ചെറിയൊരു അന്വേഷണം. മറ്റൊന്നുമല്ല, നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയും ഇതുപോലുള്ള മണ്ടൻ തീരുമാനങ്ങൾ ആരും എടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു ചർച്ച. ഇവർക്കിടയിൽ എന്ത് സംഭവിച്ചെന്ന് നമുക്ക് മൊത്തത്തിൽ പുറമേ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കും സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ അപർണയുടെ ചില മണ്ടൻ സ്റ്റേറ്റ്മെന്റുകൾ അപർണ പറയാതെ പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂവില്. ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അപർണ പറയുന്നു പണമാണ്, അതിനു മുകളിൽ ഒന്നുമേ ഇല്ല എന്നാണ് അപർണ പറയുന്നത്. അത് തീർത്തും തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. ജീവിതത്തിലെ പണം കൊണ്ട് നേടാൻ പറ്റാത്ത പല പല കാര്യങ്ങളുമുണ്ട്. ഒന്നുമില്ലെങ്കിലും എത്ര പൈസ ഉണ്ടായിരുന്നിട്ടും എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? നിങ്ങളുടെ ഈ സ്നേഹബന്ധത്തിൽ സംഭവിച്ചത് എന്തുകൊണ്ട്? എത്രയൊക്കെ പണം ഉണ്ടായിട്ടും അല്ലേ? അത് ഫസ്റ്റ്. അതിനേക്കാൾ ഉപരി എത്രയോ പേര് ജീവിതം കൊണ്ട് തെളിയിച്ചതാണ് പൈസയൊന്നുമല്ല. ആത്മാർത്ഥ സ്നേഹം എന്ന് പറയുന്നിടത്ത് പൈസയ്ക്കൊന്നും ഒരു സ്ഥാനവുമില്ല. പിന്നെ ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിതത്തിന് അനായാസമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പൈസ ആവശ്യമാണ്. പക്ഷെ എല്ലാം പണമാണെന്ന് പറയുന്നത് തീർത്തും തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ജീവ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു ഭാര്യയ്ക്ക്. അത് ജീവയുടെ ഇഷ്ടം കൊണ്ട് തന്നെയായിരിക്കും. ഒരു രീതിയിലുള്ള വിലക്കുകളും കൽപ്പിച്ചിരുന്നില്ല. ഏത് രീതിയിലുള്ള വസ്ത്രം, എത്ര ഗ്ലാമറസ് ആയ വസ്ത്രവും ധരിക്കാം, എവിടെയും പോകാം, എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യവും കൊടുത്തിരുന്നു. അതൊരു പക്ഷെ ഇവരുടെ ജീവിതത്തിൽ ഒരു പാളിച്ച തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്തതായിട്ട് ഇവരുടെയൊക്കെ വീഡിയോ കാണുന്ന സാധാ പ്രേക്ഷകരുണ്ടല്ലോ, അതിൽ പല സ്ത്രീകളും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഭർത്താക്കന്മാരോട്, കണ്ട അവരുടെ ജീവിതം എത്ര അടിപൊളി, എന്ത് ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കുന്നു, എന്ത് ഭാഗ്യവതിയ, ഇങ്ങനെയൊക്കെ പറയുന്ന ചില സ്ത്രീകളെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല കേട്ടോ. സോഷ്യൽ മീഡിയയിൽ ലൈക്കിന് വേണ്ടിയും കമന്റ്സിന് വേണ്ടിയും ഒരുപാട് രീതിയിൽ ചിരിച്ചും ഗിഫ്റ്റുകൾ മേടിച്ചു കൊടുത്തും ഒക്കെ കാണിക്കുന്ന നിരവധി ഫാമിലീസ് ഉണ്ട്. പക്ഷെ അതൊന്നും ആയിരിക്കില്ല അവരുടെ റിയൽ ജീവിതത്തിൽ. വഴക്കുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷെ അവരതൊന്നും കാണിക്കത്തില്ല. പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ് മാത്രമേ കാണിക്കത്തുള്ളൂ. അതൊന്നും കണ്ട് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ എനിക്ക് പറഞ്ഞു കേട്ട അറിവാണേ, പലരും പറയുന്ന കേൾക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുള്ള ചില മൊമെന്റ്സ് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന്. അത് എനിക്ക് എത്രത്തോളം കറക്റ്റ് ആണെന്ന് അറിയത്തില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. ഒരുപാട് സുന്ദര നിമിഷങ്ങൾ നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ പല ആളുകളും അയ്യോ ദൈവമേ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിക്കുമ്പോൾ അതിന്റെ ഒരു ചെറിയൊരു എഫക്റ്റ് നമ്മുടെ ജീവിതത്തെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ സന്തോഷത്തെ കെടുത്താൻ ചാൻസ് ഉണ്ട് എന്നിങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തി പറയുകയുണ്ടായി, അപർണയും ഒരു ചെറുപ്പക്കാരനെയും ഫ്ലൈറ്റിൽ വെച്ച് കാണാൻ ഇടയായി. അവരുടെ പെരുമാറ്റത്തിൽ കുറച്ച് പൊരുത്തക്കേടുകൾ തോന്നി. അതായത് ജീവയുമായിട്ട് അകന്നു തുടങ്ങിയെന്നും ഇത് പുതിയ കാമുകനാണെന്നൊക്കെ അദ്ദേഹത്തിന് തോന്നിയെന്ന്. അപ്പം ഏകദേശം ഇപ്പൊ അത് സത്യമാവുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു വ്യക്തിയാണ്, ആ ഒരു കോടീശ്വരനാണ് ഇപ്പൊ പല ഫംഗ്ഷനും അപർണയുടെ കൂടെ പോകുന്നതും. അപർണ ആ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും ഇത്രയും കാലം എല്ലാത്തിനും അപർണയുടെ വിജയത്തിന് കൂടെ നിന്ന ജീവയെ വേണ്ട എന്ന് വെച്ച തീരുമാനം തീർത്തും മണ്ടത്തരം തന്നെയാണ്. അത് പിന്നീട് അപർണയ്ക്ക് മനസ്സിലാവും.